2 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രതീക്ഷയിലാണ് മണിപ്പൂരിലെ ജനതകൾ. മണിപ്പൂരിൽ പൂർണ്ണമായും സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പല മേഖലകളിലേക്കും യാത്ര ചെയ്യുന്നതിന് ഉൾപ്പെടെ ഇപ്പോഴും നിയന്ത്രണങ്ങൾ തുടരുകയാണ്. മണിപ്പൂരിലെ ഇംഫാളിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. മണിപ്പൂർ പൂർണ്ണമായും സമാധാനത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇംഫാലിലാണ് ഞാനുള്ളത്. നാളെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നതും ഈ ഇംഫാലിൽ തന്നെയാണ്. ഇംഫാലിലേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയ ചെറിയ വഴിയോര കടകൾ കാണാൻ കഴിയും. ഈ കടകൾ അത് ഏറ്റെടുത്ത് നടത്തുന്നതൊക്കെ തന്നെ മണിപ്പൂരിലുള്ള സാധാരണക്കാരായ സ്ത്രീകളാണ് അതിന് നേതൃത്വം നൽകുന്നത്. അവർ മണിപ്പൂരിൻ്റെ മാത്രമായിട്ടുള്ള ചില വിഭവങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വളരെ തുച്ഛമായ വിലയ്ക്കൊക്കെയാണ് ഈ മണിപ്പൂർ സാധനങ്ങൾ അവർ ഇവിടെ വിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരിപ്പോൾ രാത്രി അവർ കട തുറന്ന് അതിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കുകയാണ്. मणिपुर का डिशेज है ना पूरा? हाँ, मणिपुर का है ये सिंजू और ये बोरा मणिपुर का फेमस डिशेस है. अभी मणिपुर का सिचुएशन क्या है? वो पहले ज़्यादा दिक्कत है, वो अभी पूरा ये मणिपुर का सिचुएशन तो बहुत ख़राब है. अभी क्या अभी ठीक है ना? अभी कहाँ से ठीक होगा? हम लोग भी नहीं जा सकता है, वो लोग भी नहीं आ सकता है, इसलिए बहुत. मोदी जी कल आया इधर, ये वो क्या चाहिए आपको? क्या आपका मांग क्या है? हम लोग को तो पीस चाहिए, दोनों के लिए सिर्फ पीस चाहिए हम लोग को. അവർ പറയുന്നത് എനിക്ക് മണിപ്പൂരിൽ പൂർണ്ണമായും ഒരു സ്വാതന്ത്ര്യം കൊണ്ടുവരണം, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം, അതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നൊക്കെയാണ് ഇവിടെയുള്ള മണിപ്പൂരിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളൊക്കെ തന്നെ പറയുന്നത്. നമുക്കിവിടെ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് പോലെ അവരിങ്ങനെ രാത്രികളിലൊക്കെ ഇവിടെ എത്തി അവരുടെ ഒരു കൂട്ടായ്മയായി അവിടെ ഇവിടെ ഇരുന്ന് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ മണിപ്പൂർ का सिचुएशन अभी कैसा चल रहा है? अभी तो ठीक नहीं चल रहा है. मतलब हम लोग कैसे जिएगा? हम लोग भी पहाड़ में नहीं जा सकता है, वो लोग भी आ नहीं सकेगा. अभी कितना मर गया, कितना विधवा हो गया, कोई बच्चा मर गया, कोई माँ मर गया, कोई बहन मर गया. बोलने में तो फर्क नहीं है. 2 ईयर का बाद प्रधानमंत्री जी എന്തായാലും മണിപ്പൂരിലെ നിലവിലെ സ്ഥിതി അത്ര നല്ലതല്ല. അതിലൊരു മാറ്റമുണ്ടാകണം. പ്രധാനമന്ത്രി വരുമ്പോൾ അവിടുത്തെ പ്രതീക്ഷ അത്രമാത്രമുണ്ട്. ഇംഫാളിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.